വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ വി.ഡി. സതീശൻ സർക്കാർ ഇന്ന് 2 മാസം പൂർത്തിയാക്കുകയാണ്. ഹണിമൂൺ കാലത്ത് പോലും സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് കേരളത്തിൽ ഉയരുന്നത്. 10 വർഷമില്ലാതിരുന്ന പവർ കട്ട് പോലും കേരളത്തിൽ തിരിച്ചുവന്നു. ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാത്ത സംസ്ഥാനം എന്ന ഖ്യാതിയോടെ 10 വർഷക്കാലം തിളങ്ങി നിന്നിരുന്ന സംസ്ഥാനം ഇന്ന് ഇരുട്ടിലാണ്. വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിന്റെ മധുവിധു കാലം തന്നെ ഇങ്ങനെ. സംഘപരിവാർ വന്ദേമാതരം ചൊല്ലി അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ തനിനിറം വളരെ പെട്ടെന്ന് കേരളം തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിദ്വേഷ പ്രചാരകർ വിശിഷ്ടാതിഥികളാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM3 അറബിക്കടലിൽ എറിയേണ്ട പദ്ധതി, അതേ PM3 നടപ്പിലാക്കാനായി UDF മന്ത്രിമാർ ഇപ്പോൾ ഓടി നടക്കുകയാണ്. മോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധമായ വഖഫ് ഭേദഗതി നിയമം ഒരു എതിർപ്പുമില്ലാതെ സർക്കാർ അംഗീകരിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങളെ പിണറായി വിജയൻ സർക്കാർ ശക്തമായി എതിർത്തിരുന്നു. ഇപ്പോഴാകട്ടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇടതടവില്ലാത്ത പിന്തുണയോടെ ഗവർണറുടെ കാവ്യ അജണ്ടകൾ കേരളത്തിലെ സർവകലാശാലകളെ അതിവേഗം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസുകാരെ പോലും പിന്തള്ളി സംഘപരിവാറുകാർ താക്കോൽ സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെട്ടു. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ആഗോള ഭീമൻ കമ്പനി MSCക്ക് കൈമാറാനുള്ള നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതും കേരള മുഖ്യമന്ത്രിയാണ്. ചാർട്ടേഡ് വിമാനത്തിലുള്ള വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര എന്തിനായിരുന്നു? ഇതാണ് എല്ലാ മലയാളികളും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ, പ്രവാസി പെൻഷൻ, വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ മുടങ്ങിയ പദ്ധതികൾ നിരവധിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ കേരളത്തിലെ പല സ്വകാര്യ ബസ്സുകളും നഷ്ടം സഹിക്കാനാവാതെ സർവീസുകൾ നിർത്തി. ടാറ്റ കമ്പനി കേരളത്തിൽ 10,000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പച്ചക്കള്ളം 8 നിലയിൽ പൊട്ടുന്നതും കേരളം കണ്ടു. പകർച്ചവ്യാധികൾക്ക് മുന്നിൽ സർക്കാർ പകച്ചു. ചികിത്സാ പിഴവുകൾ നിത്യസംഭവങ്ങളായി. 2 മാസം മുമ്പ് കേരളം ഇങ്ങനെയായിരുന്നില്ല. ഭരണമാറ്റത്തിനു വേണ്ടി വോട്ടുകൾ ചെയ്തവർ പോലും ഈ യാഥാർത്ഥ്യം അതിവേഗം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്